നമസ്കാരം. ഇന്ധനത്തിന് 5ഉം 10ഉം കുറച്ചപ്പോൾ മോദിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞുവെന്ന് വിചാരിച്ച് തിരുവനന്തപുരത്തെ തീരുമാനം കാത്തു കഴിയുകയാണോ നമ്മൾ? കൈയും കണക്കുമില്ലാതെ കൂട്ടിയവർ അതേപടി കുറച്ചിട്ടുണ്ടോ എന്നാണ് ഇവിടുത്തെ മൗലികമായ ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം. കൂട്ടിയതാരാണ്? കേന്ദ്രം. അപ്പോൾ കുറയ്ക്കേണ്ടതാരാണ്? കേന്ദ്രം. അതല്ലേ അതിൻ്റെ ന്യായം എന്ന് നമ്മൾ സ്വാഭാവികമായും വിചാരിക്കണം. അതൊരു പോയിന്റ്. മറ്റൊന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ 13 തവണ നികുതി കൂട്ടിയതാണ്, എന്നിട്ട് 3 തവണ കുറച്ചു എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ വിശദീകരണം അതാണ്. 13 തവണ കൂട്ടിയ ഉമ്മൻചാണ്ടി 3 തവണ കുറച്ചു. അപ്പോൾ 10 തവണ കൂട്ടിയ കൂട്ടൽ അവിടെ കിടക്കുകയാണ്. അത് കുറയ്ക്കാൻ, അതിലെന്തെങ്കിലും ചെയ്യാൻ ഇപ്പോഴധികാരം ആർക്കാണ്? പിണറായി വിജയനാണ്, ഉമ്മൻചാണ്ടിക്കല്ല. പഴയ ഉമ്മൻചാണ്ടിയെ പഴി പറഞ്ഞിരിക്കുന്നത് ശരിയാണോ അക്കാര്യത്തിൽ? അങ്ങനെ പലതരം കാര്യങ്ങളുണ്ട് ഇതിൽ. ഫസ്റ്റ് ഡിബേറ്റിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഈ ചർച്ചയിൽ എസ് സതീഷ് CPIM-ൽ നിന്ന്, ഷനിൽ ബോസ് കോൺഗ്രസ് നേതാവ്, ശ്രീ അൻവർ ഷാ പാലോട് നിരീക്ഷകൻ, ഒപ്പം തന്നെ ശ്രീ K ഗണേഷ് യുവമോർച്ച നേതാവ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ സതീഷ്, ഇന്നിപ്പോൾ മന്ത്രി രാജീവിൻ്റെ ഫേസ്ബുക്ക് എഴുത്തിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 13 തവണ ഉമ്മൻചാണ്ടി സർക്കാർ സംസ്ഥാനത്ത് നികുതി കൂട്ടി. കഴിഞ്ഞ 5.5 വർഷത്തിനിടയ്ക്ക് സംസ്ഥാന സർക്കാർ 1 രൂപ പോലും നികുതി കൂട്ടിയിട്ടില്ല. 13 തവണ കൂട്ടിയ ഉമ്മൻചാണ്ടിയാണ് 3 തവണ കുറച്ചതെന്ന്. ഇന്ന് കൽപ്പറ്റ MLA ടി സിദ്ദിഖ് അതിന് മറുപടി എഴുതിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി 13 തവണ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 3 തവണയല്ലേ കുറച്ചുള്ളൂ, ബാക്കി കൂടിയത് അവിടെ കിടക്കുകയാണ്. അതിപ്പോൾ കുറയ്ക്കാൻ അധികാരവും അവകാശവും ബാധ്യതയും ഇപ്പോൾ അത് പിണറായി വിജയൻ്റെതാണ്. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നാണ്. അതൊരു വിചിത്രമായ വാദമാണ്. മുൻകാല പ്രാബല്യത്തോടു കൂടി കുറയ്ക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥ പ്രശ്നം എന്താണ്? തുടങ്ങിയപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ക്രൂരമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കൊള്ളയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയമാണ്. അതിൽ 2 കാര്യങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒന്ന്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണാവകാശം കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു എന്ന തെറ്റായ ഒരു രീതി. അതിൻ്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. അത് തിരുത്താൻ തയ്യാറുണ്ടോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. വില നിയന്ത്രണാവകാശം രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റിൽ തിരിച്ചെടുക്കാൻ തയ്യാറാകുമോ? ഒരു കാര്യം. 2, BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കണ്ണും പൂട്ടി ഭീകരമാകുന്ന വിധത്തിൽ ടാക്സ് ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 2020 എന്ന ഒറ്റ വർഷം, ആ ഒറ്റ വർഷം മാത്രം 2.3 ലക്ഷം കോടി രൂപയുടെ അധിക സമാഹരണമാണ് എണ്ണ നികുതിയിലൂടെ കേന്ദ്ര സർക്കാർ സമാഹരിച്ചത് എന്ന് കാണണം. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 2014 1 ലിറ്റർ പെട്രോളിന് 8.276 എക്സൈസ് നികുതിയായി ഉണ്ടായിരുന്നത്. 2021 ഈ കുറയ്ക്കുന്നതിന് മുമ്പേ വരെ 31.5 എന്ന നിലയിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ 281% വർധനവ്. 1 ലിറ്റർ ഡീസലിന് 2.104 നിന്നും 2021 എത്തിയപ്പോൾ 30 രൂപയിലേക്ക് കുറയ്ക്കുന്നതിന് മുമ്പ് വരെയുള്ള നിലയിൽ നിൽക്കുകയാണ്. 1325% വർധനവ്. ഈ രൂപത്തിൽ അനിയന്ത്രിതമായി ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തിനകത്ത് നിൽക്കുന്നു. അങ്ങനെ കൊള്ളയടിച്ച കേന്ദ്ര സർക്കാർ ഒരു ചെറിയ തുക കുറച്ചിട്ട് ഇനി ബാക്കിയെല്ലാം സംസ്ഥാനങ്ങൾ കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് കുറയ്ക്കാൻ സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ്. ഈ കൊള്ളയ്ക്ക് കേന്ദ്ര സർക്കാർ നടത്തിയതിനോടൊപ്പം തന്നെ സംസ്ഥാന ടാക്സും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന, അതല്ലെങ്കിൽ വിവിധ സെസ്സുകൾ ഇതിനു മേൽ ചുമത്തിക്കൊണ്ടിരുന്ന സംസ്ഥാനങ്ങളോട് വേണമെങ്കിൽ കുറയ്ക്കാൻ ആവശ്യപ്പെടാം. പക്ഷെ കേരളത്തിന്റെ സ്ഥിതി അതല്ല. പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് നാളിതുവരെയുള്ള സമയത്തിനകത്ത് 1 പൈസ പോലും കൂട്ടിയില്ല എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി ഏൽപ്പിച്ചു പോയതിൽ നിന്നും 1 രൂപ വെച്ച് കുറവ് വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണണം. അപ്പോൾ സംസ്ഥാനത്തിന്റെ ടാക്സിനകത്ത് വർധനവ് വരുത്താനും കുറവ് വരുത്താനും അധികാരമുണ്ടായിരുന്ന സംസ്ഥാന ഗവൺമെന്റ് 1 പൈസ പോലും വർദ്ധിപ്പിക്കാതെ ഈ സാഹചര്യത്തിൽ 1 രൂപ കുറയ്ക്കുന്ന സമീപനം സ്വീകരിച്ച സംസ്ഥാന ഗവൺമെന്റിനോട് ഇനി നിങ്ങളാണ് കുറയ്ക്കേണ്ടത് എന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? അതിലെ ശരിമ എന്താണ്? അതാണ് ഈ നാടിനകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഭീകരമായി നമ്മുടെ നാടിനകത്ത് ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിച്ച
ഈ പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ വിലവർദ്ധനവിന് ഇടവരുത്തിയത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നയമാണ്. ആ നയം കേന്ദ്ര സർക്കാർ തിരുത്താൻ തയ്യാറാകണം. ടാക്സ് സ്ട്രക്ചറിന് പുറത്ത് അഡീഷണൽ എക്സൈസ് നികുതിയും അതുപോലെ തന്നെ സെസ്സുമെല്ലാമായി ഏർപ്പെടുത്തി വച്ചിട്ടുള്ള ഈ അമിതമായ ഭീകരമായ തുക നിരുപാധികം പിൻവലിക്കാൻ, പൂർണ്ണമായി പിൻവലിച്ച് ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ആവശ്യമായ സമീപന രീതി എടുക്കണം എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണണം. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, സംസ്ഥാനങ്ങൾ കേന്ദ്രം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. മറ്റൊരു ചോദ്യമാണ്, സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ബേസിക് ടാക്സിന്റെ നിശ്ചിത ശതമാനം ജനസംഖ്യ ആനുപാതികമായി വീതം വെച്ചാണ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്. 2016 ബേസിക് ടാക്സ് എന്ന നിലയിൽ 9 രൂപ 48 പൈസ എന്ന നിലയ്ക്കാണ് ഇരുന്നതെങ്കിൽ ഇന്നത് 1 രൂപ 40 പൈസ എന്ന നിലയിലേക്കാണ് നിൽക്കുന്നത് എന്ന് കാണണം. ബേസിക് ടാക്സ് അഥവാ സംസ്ഥാന സർക്കാരുകൾക്ക് വീതം വെക്കേണ്ട ടാക്സിനകത്ത് വർധനവ് വരുത്താതെ നേരിട്ട് കേന്ദ്ര ഖജനാവിലേക്ക് കിട്ടുന്ന എക്സൈസ് ഡ്യൂട്ടിയും അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയും സെസ്സും ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ച നരേന്ദ്രമോദി സർക്കാർ ആ കൊള്ള ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിയുമ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള ചില ടെക്നിക്കുകളുമായി വരികയല്ല ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് ആശ്വാസകരമായ സമീപനം സ്വീകരിക്കാൻ ആവശ്യമായ രീതി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഞങ്ങൾ സതീഷ് ഇക്കാര്യത്തിൽ BJP പറയുന്നത് 10 സംസ്ഥാനങ്ങൾ അവരുടെ 10 സംസ്ഥാനങ്ങൾ നികുതി കുറച്ചു, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾ കുറയ്ക്കുകയാണ്. അങ്ങനെ സംസ്ഥാനങ്ങൾ കുറയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. അതിപ്പോൾ BJP സ്റ്റേറ്റ് ആയാലും കോൺഗ്രസ് സ്റ്റേറ്റ് ആയാലും ഒന്നും സംസ്ഥാനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയിൽ രാജസ്ഥാൻ ഇവിടെ കുറച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. രാജസ്ഥാനും കുറയ്ക്കേണ്ടതില്ല എന്നതാണ് ഈ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട്, അങ്ങനെയല്ലേ? അല്ല, ഞാൻ അതിൽ പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. കേന്ദ്രം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ സംസ്ഥാനങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഉപദ്രവിച്ച സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ ആ സംസ്ഥാനങ്ങൾ പുനർചിന്തനത്തിന് വിധേയമാകണം. ഇപ്പൊ നിങ്ങൾ രാജസ്ഥാൻ പറഞ്ഞ് വളരെ നന്നായി. രാജസ്ഥാന്റെ ഒരു അനുഭവം എന്താണെന്നോ, രാജസ്ഥാനിൽ കോവിഡ് വരുന്നേക്ക് മുമ്പേ സംസ്ഥാന ടാക്സ് എന്ന നിലയിൽ രാജസ്ഥാനകത്തുണ്ടായിരുന്ന ടാക്സ് 30 രൂപയാണ്. കോവിഡിന്റെ ഘട്ടത്തിൽ ഈ ജനങ്ങളെല്ലാം പ്രയാസം അനുഭവിക്കുമ്പോൾ രാജസ്ഥാനിൽ അത് 38 രൂപയായി വർദ്ധിപ്പിച്ചു. പിന്നെ ജനകീയ രോഷം ഉയർന്നു വന്നപ്പോൾ 2 രൂപ കുറച്ച് 36 രൂപയാക്കി. അത് അത്തരം കൊള്ള നടത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇത്തരം ഘട്ടങ്ങളിൽ പരിശോധിക്കാൻ നിർബന്ധമാകേണ്ടത് കൂടിയുണ്ട്. അത് പരിശോധിക്കാവുന്നതാണ്, അതിനകത്ത് തെറ്റേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ടാക്സ് ഇരിക്കുന്നത്, രാജസ്ഥാൻ ഉൾപ്പെടെ. ഉമ്മൻചാണ്ടി, അപ്പോൾ എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. ഉമ്മൻചാണ്ടി 13 തവണ ഉയർത്തിയെന്നാണ് നിങ്ങൾ ഇപ്പോൾ ആവർത്തിച്ച് വിശദീകരിക്കുന്ന കാര്യം. എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി ജനങ്ങളെ പ്രയാസപ്പെടുത്തും വിധത്തിൽ 13 തവണ നികുതി നിരക്ക് ഉയർത്തി വെച്ചിരിക്കുകയാണ്, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതിൽ 3 തവണ ഉമ്മൻചാണ്ടി കുറച്ചു, 1 തവണ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റും കുറച്ചു. അപ്പോഴും കൂടിയ നിരക്ക് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം സംസ്ഥാനം 13 തവണ ആകെ ഉയർത്തിയിട്ടുണ്ട്, കുറച്ച് 4 തവണ മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നികുതി നിരക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതൽ ഇങ്ങോട്ട് എടുത്താൽ സ്റ്റേറ്റ് കൂട്ടിവെച്ചിരിക്കുകയാണെന്ന് തന്നെ മനസ്സിലാക്കണ്ടേ? അല്ല, ഉമ്മൻചാണ്ടി വർദ്ധിപ്പിച്ചതിൽ നിന്നും ഞങ്ങൾ കുറച്ചു, അത് കാണണം. ഉമ്മൻചാണ്ടി 2011 അധികാരത്തിൽ വരുമ്പോൾ അന്ന് പെട്രോളിൽ ഉണ്ടായിരുന്ന നികുതി എന്നുള്ളത് 26.64%. അത് 13 തവണ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് 31.8 എത്തിയത്. ഡീസലിനകത്ത് 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ 22.6 അത് 24.52 2015 കഴിയുമ്പോഴത്തേക്കും എത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണണം. ഇങ്ങനെ വർദ്ധിപ്പിച്ച ഉമ്മൻചാണ്ടി ഡീസലിന് 6 തവണയായും പെട്രോളിന് 13 തവണയായും വർദ്ധിപ്പിച്ച് വച്ചിരുന്ന പെട്രോളിന് 31.8 നിന്നും പിണറായി സർക്കാർ 30.08 താഴ്ത്തി. 24.52 എന്ന ഡീസലിന്റെ ടാക്സിൽ നിന്നും 22.76 താഴ്ത്തി. ഏത് കാലത്ത്? കോവിഡ് എന്ന മഹാമാരി, പ്രളയം, വലിയ ദുരന്തങ്ങളെല്ലാം വിതച്ച ഈ കാലത്ത്, വലിയ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൽ അല്പം ഒന്ന് കുറച്ചത്, അപ്പോഴും 30 എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ 26 നിന്നാണ് 31 വരെ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി എത്തിച്ചിട്ടുള്ളത്. 31 30 ചെറിയ ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയല്ലേ? അല്ല, അതെ അതെ, 31.8 നിന്ന് 30 ഇളവ് വരുത്തിയിട്ടുണ്ട്. പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ എടുക്കുന്ന സമീപനം എന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയുക. അതിനു മുമ്പേ ഉള്ള 5 വർഷക്കാലം പല തെറ്റായ പ്രവണതകളും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. ആ പ്രവണത ഞങ്ങൾ തുടർന്നില്ല. ഞങ്ങൾ മുമ്പോട്ട് ജനങ്ങൾക്ക് ഒരു ഭാരം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഒരു സർക്കാർ പോയിട്ടുള്ളതെങ്കിൽ പിന്നീട് വരുന്ന സർക്കാർ ആ ഭാരം ഒഴിവാക്കി കൊടുക്കുക എന്നാണല്ലോ. ആ സർക്കാരിന്റെ നയം ഞങ്ങൾ പിന്തുടരുന്നില്ല എന്നത് മാത്രമല്ല, ആ സർക്കാരിന് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ സമ്പൂർണ്ണമായും തിരുത്തുക എന്ന ഉത്തരവാദിത്വം കൂടി ഇല്ല എന്ന ലോജിക്കൽ ചോദ്യമാണ്. അതിനിടയ്ക്ക് കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും നമ്മുടെ പ്രളയവും നമ്മുടെ കോവിഡും പോലുള്ള സിറ്റുവേഷനും ഉണ്ട്. അതിനെ കാണാതിരിക്കുന്നത് അനീതിയാണ് എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെ ഗണേഷ്, യുവമോർച്ച നേതാവ് എന്നോടൊപ്പം ഉണ്ട്. ശ്രീ കെ ഗണേഷ്, നിങ്ങൾ ഇന്നിപ്പോ സമരം ചെയ്യുന്നത് കണ്ടു. എൻ്റെ ആദ്യത്തെ ചോദ്യം, മിനിഞ്ഞാന്ന് രാത്രി 12 മണി വരെ നിങ്ങളുടെ സമരം എവിടെയായിരുന്നു എന്നതാണ്. നിഷാദ്, ഈ ചർച്ചയുടെ ഒരു ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്യുകയല്ല, പക്ഷെ എന്നാലും എനിക്ക് തോന്നുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നിഷാദിന്റെ ചാനൽ ചർച്ചയിലൊക്കെ വലിയ വൈറലായിരുന്നു. നിഷാദിന്റെ വളരെ വൈകാരികമായിട്ടുള്ള പ്രകടനമൊക്കെ വളരെ വൈറലായിരുന്നു. വളരെ എല്ലാവരും സ്റ്റാറ്റസുകളൊക്കെ ഇട്ട് ആഘോഷിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ ആ ആത്മാർത്ഥത ഈ ചർച്ചയിൽ ശരിക്കും ഈ ചർച്ച നടത്തേണ്ടിയിരുന്നത് പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കായിരുന്നു നിഷാദ് തുടക്കമിട്ടിരുന്നുവെങ്കിൽ നിഷാദിന്റെയും അല്ലെങ്കിൽ ഈ ചർച്ച നടത്തുന്നതിന്റെയും ആത്മാർത്ഥത ഞാൻ സംശയിക്കില്ലായിരുന്നു. കാരണം ആത്മാർത്ഥപരമായിട്ടായിരുന്നുവെങ്കിൽ നിഷാദ് ഈ ചർച്ചയുടെ ഹെഡിങ് തന്നെ അത് പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ടാവണമായിരുന്നു എന്നതാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. ഇത് നമ്മുടെ ഈ പലപ്പോഴും ഈ ചർച്ച വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്ന സമയത്തെല്ലാം നമ്മൾ പറഞ്ഞു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണം, അത് പരിഹരിക്കുമെന്നുള്ള വിശ്വാസം ഈ സർക്കാരിൽ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ സർക്കാർ നിങ്ങൾ ചോദിച്ച പോലെ സമരം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു. ഈ സർക്കാരിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണല്ലോ ശക്തമായിട്ട് ഈ സർക്കാർ ഈ നികുതി ഇളവ് പിൻവലിച്ചത്. BJP ഭരിക്കുന്ന സർക്കാരുകളോടൊക്കെ BJP ആവശ്യപ്പെട്ടത് എന്താ? നികുതി ഇളവ് കൊടുക്കാനല്ല ആവശ്യപ്പെട്ടത്. ഈ സമരം ചെയ്യുന്ന ആളുകൾ, നമ്മൾ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സമരം ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, പ്രതിപക്ഷ സംഘടനകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് നികുതി ഇളവ് പ്രഖ്യാപിക്കാത്തത്? ഇതാണ് പ്രശ്നം. ജനങ്ങളോടല്ല ഇവർക്ക് ആത്മാർത്ഥതയുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജനങ്ങളോടല്ല ഇവർക്ക് ആത്മാർത്ഥതയുള്ളത്. ജനങ്ങളോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലും എല്ലാം നികുതി ഇളവ് പ്രഖ്യാപിക്കുമായിരുന്നു. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമായിരുന്നു. യാതൊരു സംശയവുമില്ല. രാത്രി 12 മണി വരെ ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുകയായിരുന്നു. ഇന്നിപ്പോ നിങ്ങൾ സമരം ചെയ്യുന്നു ജനങ്ങളുടെ പ്രയാസം കുറയ്ക്കാൻ പിണറായി വിജയൻ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ജനങ്ങളുടെ പ്രയാസമാണല്ലോ നിങ്ങളുടെ ഒരു കൺസേൺ. ജനങ്ങളുടെ പ്രയാസം പരിഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സമരമുഖം തുറക്കുകയാണ്. ഈ പ്രയാസം തുടങ്ങിയിട്ട് കാലം എത്രയായി? നിങ്ങൾക്ക് മിനിഞ്ഞാന്ന് രാത്രി 12 മണി വരെ ആ പ്രയാസത്തെക്കുറിച്ച് ഒരു പരിഗണനയും ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നിഷാദ് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും. BJPയും യുവമോർച്ചയും ഒക്കെ ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, ഇത് GSTയിൽ ഉൾപ്പെടുത്തണം, ഇതിനെ എതിർക്കരുത്, ഇതൊരു സമന്വയത്തിന്റെ പാതയിൽ കൊണ്ടുവരണം, അതിന് സംസ്ഥാന സർക്കാരുകൾ മുൻകൈ എടുക്കണമെന്ന് നമ്മൾ എല്ലാ ചർച്ചയിലും പറഞ്ഞിരുന്നു. അന്ന് അതിനെ BJPക്ക് അതെന്താ സാധിക്കില്ലേ എന്ന് നമ്മൾ സമന്വയത്തിന്റെ പാതയിലേക്ക് സംസ്ഥാന സർക്കാരുകൾ വരണം, അതിനെ GSTയിൽ ഉൾപ്പെടുത്തണം. GSTയിൽ പെടുത്താൻ പിണറായി വിജയൻ സമ്മതിക്കുന്നില്ല എന്നതായിരുന്നു. പക്ഷേ ഒരു GSTയിലും പെടുത്താതെ ഇപ്പോൾ കുറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്കത് കുറയ്ക്കാൻ കഴിയുമായിരുന്നു എന്ന കാര്യം മറച്ചുവെച്ച് GSTയിൽ പെടുത്താൻ ബാലഗോപാൽ സമ്മതിക്കാത്തതാണ് രാജ്യത്തിന്റെ ആകെ അപകടത്തിന് കാരണമെന്ന് വ്യാജ പ്രചാരണം നിങ്ങൾ നടത്തി. അതല്ലേ വസ്തുത? ഒരിക്കലുമല്ല. GST ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാരുകളുടെ സമന്വയത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് BJP കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ തന്നെ അതിന് മുൻകൈയെടുത്തത്. ഇതൊരു സമന്വയത്തിന്റെ പാതയിലേക്ക് വന്നിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് ഇതിലും ഉപകാരപ്പെടുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ UPയെ കുറ്റം പറയുന്നു, ആ UPയിൽ കുറച്ചത് എത്രയാണെന്ന് നോക്കൂ. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഈ സമരം ചെയ്യുന്ന പ്രതിപക്ഷ സംഘടനകളും ഈ കേരളം ഉൾപ്പെടെയുള്ള കേന്ദ്രവിരുദ്ധ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനങ്ങളുമൊക്കെ ഈ നികുതി ഇളവ് കുറയ്ക്കാൻ ജനങ്ങളോട് ഇവർക്ക് എന്ത് കമ്മിറ്റ്മെന്റ് ആണ്? ഇവർ ഇന്നും പറഞ്ഞത് എന്താ? BJPക്ക് ഗുണമാവും സമരം ചെയ്താൽ. നമ്മൾ ആ വിഷയം സംസാരിച്ചു ഗണേഷ്. അത് ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാരിന് ഇത് കുറയ്ക്കാൻ കഴിയുമായിരുന്നു എന്ന് മനസ്സിലായത് മിനിഞ്ഞാന്ന് രാത്രിയാണ്.
അതുവരെ മനസ്സിൽ നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് GSTയിൽ പെടുത്താത്തത് കൊണ്ടാണ്, സംസ്ഥാനങ്ങളാണ് കുറയ്ക്കേണ്ടത് എന്നൊക്കെയായിരുന്നു. ഒറ്റയടിക്ക് ഒരു തീരുമാനമെടുത്ത് ഒരു രാത്രി കൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടിൽ ചെറിയ ഇളവ് വരുത്താൻ കേന്ദ്രത്തിന് കഴിയുമായിരുന്നു എന്ന് മനസ്സിലായത് മിനിഞ്ഞാന്നാണ്. എന്തുകൊണ്ട് ഇത്രയും വൈകിച്ചു? എന്തുകൊണ്ട് ഇത്രയും അധികം വലിയ തോതിൽ ജനങ്ങളിൽ നിന്ന് ടാക്സ് ഊറ്റിയെടുത്തു? ജനങ്ങളുടെ പ്രശ്നം എന്തുകൊണ്ട് BJP പോലെ ഒരു കക്ഷിക്ക് പ്രധാനപ്പെട്ട വിഷയമായില്ല? നിങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് വരെ സമരം ചെയ്തില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഇങ്ങനെ പല രാത്രികളിലും എടുത്ത സർജിക്കൽ സ്ട്രൈക്കുകൾ തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ടത്, രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടത്. ഇങ്ങനത്തെ സർജിക്കൽ സ്ട്രൈക്കുകൾ ഇനിയും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 50 രൂപയ്ക്കൊക്കെ പെട്രോൾ കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് രാജ്യം വരിക. അതിലൊന്നും ഒരു സംശയം വേണ്ട. ട്രോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്നും ട്രോൾ ഉണ്ടാക്കി രസിക്കാം. പക്ഷേ സർക്കാർ മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഉള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്, ഇത്തരത്തിൽ സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് ആളുകളെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അതിവിടെ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നേരെ എടുക്കുന്ന ഒരു സംഗതി നിലയ്ക്കാണോ നിങ്ങൾ അവതരിപ്പിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നിങ്ങൾ പറഞ്ഞു പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് കുറയ്ക്കണമെന്ന്. സ്റ്റേറ്റ് കൂട്ടിയിട്ടില്ലല്ലോ സാർ. കഴിഞ്ഞ 5.5 വർഷത്തിനിടയ്ക്ക് സ്റ്റേറ്റ് 1 രൂപ നികുതി കൂട്ടിയിട്ടില്ല. പിന്നെ ഏതാണ് കുറയ്ക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാർ ഇന്ധന നികുതിയിൽ എടുക്കുന്ന തുകയിൽ ഈ സംസ്ഥാന സർക്കാരുകൾക്കും അതിന്റെ വിഹിതം പറ്റുന്നില്ലേ? ഈ വിഹിതം അവരെന്താ ഒഴിവാക്കാത്തത്? ഈ വിഹിതം പറ്റുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാർ എടുക്കുന്ന വിഹിതത്തിൽ കേരളത്തിനും സംസ്ഥാന സർക്കാരുകൾക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോ അതുപോലും ഒഴിവാക്കുന്നില്ല. ഞങ്ങൾ പിന്മാറുകയില്ല. കേന്ദ്രം കഴിഞ്ഞ ദിവസം 10ഉം 5ഉം കുറച്ചപ്പോ അതിന് ആനുപാതികമായി ഇവിടുത്തെ കിട്ടുന്ന വരുമാനം കേന്ദ്രം കുറയ്ക്കുന്നുണ്ട്. അവർ ഇതിലും നല്ല മാർഗം കേന്ദ്ര സർക്കാർ തന്നെ ആദ്യം തന്നെ വ്യക്തമാക്കിയത്, ഇതിലും നല്ല മാർഗമാണ് GSTയിൽ ഉൾപ്പെടുത്തുക. ഇതിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഏറ്റവും കുറയാൻ സാധിക്കും. അപ്പോൾ GSTയിലേക്ക് കൊണ്ടുവരിക ഇതിലും നല്ല മാർഗമാണ്. ഒരു സംശയവും വേണ്ട. പക്ഷേ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടല്ല ഇവർ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടിയാലും BJPക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാവരുത്. അതാണ് ഇന്ന് ബാലഗോപാലിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. BJPക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ, സമരങ്ങൾ ചെയ്യരുത്. BJPക്ക് അനുകൂലമാവും, അത് ഉണ്ടാവരുത് എന്നാണ് ഈ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ധനകാര്യമന്ത്രി പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർക്ക് BJPയാണ് ഇതൊരു BJP വിരുദ്ധ സമരമാക്കിയിട്ട് കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരമാക്കി മാറ്റിയെടുക്കാൻ അവർ ശ്രമിച്ചത്. ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടല്ല. ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ അവർ ആദ്യം തന്നെ ചെയ്യേണ്ടിയിരുന്നത് ഈ ടാക്സ് കുറയ്ക്കുകയായിരുന്നു. 30-ൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾ ഈ ഗണേഷ് 30 രൂപ അധികം കൂട്ടിയിട്ട് 5 രൂപ കുറയ്ക്കുന്നവരെ കുറിച്ച് നിങ്ങളിപ്പോ എന്തായാലും വൈകിയ വേളയിലെങ്കിലും ഗണേഷ് ഈ പെട്രോൾ ഡീസൽ വിലവർധന വിഷയം എടുക്കാൻ തീരുമാനിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി സമരരംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. നല്ലത് തന്നെ. 2 കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, ഈ പറയുന്ന 30 രൂപ അധികം കൂട്ടിയിട്ട് 5 കുറയ്ക്കുന്നത് ശരിയായ നടപടിയാണോ? ഇപ്പോഴും 100-ന് മുകളിലാണ് പെട്രോളിന്റെ വില നിൽക്കുന്നത്. ജനങ്ങൾക്കത് താങ്ങാൻ കഴിയുന്ന സാഹചര്യമാണോ ഇന്ത്യയിലുള്ളത്? 2, കേന്ദ്രം കുറച്ചാൽ ആനുപാതികമായി ഈ കേരളത്തിന് അടക്കമുള്ള സ്റ്റേറ്റുകൾക്ക് കിട്ടുന്ന വിഹിതം കുറയും. കൂട്ടിയവർ കുറയ്ക്കട്ടെ എന്നാണ് സംസ്ഥാനം പറയുന്നത്. ന്യായമാണല്ലോ അത്. 5.5 വർഷത്തിനിടയ്ക്ക് ഇവിടെ 1 രൂപ പോലും സ്റ്റേറ്റ് തീരുമാനിച്ച് കൂട്ടിയിട്ടില്ല. കൂട്ടിയത് മുഴുവൻ കേന്ദ്രമാണ്. അതിന്റെ വിഹിതം ശരിയാണ്, സ്വാഭാവികമായും ഇവിടെ കിട്ടി. കുറയ്ക്കാൻ പറ്റും. സമരം ചെയ്യുന്നതിന് മുൻപ് BJP സംസ്ഥാന ഘടകത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാമല്ലോ, അവിടെ കുറയ്ക്കണം. അപ്പോൾ ഇവിടെയും കുറയും. ആനുപാതികമായി സ്റ്റേറ്റിന്റെ വിഹിതവും കുറയും. ജനങ്ങൾക്ക് ആശ്വാസം കിട്ടും. അത് ഈസി അല്ലേ? അത് തന്നെയാണല്ലോ. ഒരു സമരവും കണ്ടിട്ടല്ല ഈ കേരളത്തിലെ കോൺഗ്രസുകാരുടെ സമരം കണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ടോ ഈ കുറച്ചത്? ഒരു സമരവും കണ്ടിട്ടല്ല. കേന്ദ്ര സർക്കാരിന് അറിയാം. നമ്മൾ പലപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഇതിലും കുറയും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. ജനങ്ങളുടെ ബുദ്ധിമുട്ട് എവിടെയാണ് കൺസേൺ? ജനങ്ങൾ എത്രയോ ആഴ്ചകളായി പ്രയാസപ്പെടുകയാണ്. ഈ ഇന്ധന വില അവസാനം 2-3 ഉപതെരഞ്ഞെടുപ്പ് അവിടെയെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോഴാണ് നിങ്ങൾ കുറച്ചത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോഴല്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോ അത് നിങ്ങൾ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാൻ തുടങ്ങിയാൽ മതി. കാരണം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശിലും ഒക്കെ വലിയ വിജയങ്ങൾ ഉണ്ടായി. 1-2 സീറ്റുകൾ തോറ്റതിനെയാണ് നിങ്ങൾ എന്താ പറയുക അടപടലം തോറ്റു എന്ന് പറയുന്നത്. അടപടലം തോൽക്കുകയല്ല ഈ രാജ്യത്ത് ചെയ്തത്. പല സീറ്റുകളിലും BJP വിജയിച്ചു. സമാനതകളില്ലാത്ത വിജയം നേടി. അതുകൊണ്ടൊന്നുമല്ല ഇത്
എന്താ പറയാ പെട്രോൾ ഇന്ധനവില നികുതി കുറച്ചത്. ഇന്ധനവില ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇനിയും നിങ്ങൾ കണ്ടോ, ഈ ട്രോൾ ഉണ്ടാക്കുന്ന ആളുകളും സർക്കാരിനെ വിമർശിക്കുന്ന ആൾക്കാരും നിങ്ങൾ കണ്ടോ, ഇനിയും താഴേക്ക് വരും. ഒരു സംശയവുമില്ല. കേന്ദ്ര സർക്കാരിന് അറിയാം ഇത് പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ കൊണ്ടുവരും. പക്ഷേ ഒരു സമന്വയത്തിന്റെ പാത സ്വീകരിക്കേണ്ട സമയത്ത്, ജനങ്ങളുടെ പക്ഷം നിൽക്കേണ്ട സമയത്ത്, ആ ജനങ്ങളുടെ പക്ഷം നിൽക്കാതെ ഈ കേന്ദ്ര സർക്കാർ BJP വിരുദ്ധ സമരം നയിക്കാനാണ് ഇവിടെ ശ്രദ്ധ കൊടുത്തത്. അതിനു പകരം ജനങ്ങളോടൊപ്പം ഒരു സമന്വയത്തിന്റെ പാതയിൽ കൊണ്ടുവന്ന് GSTയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം സംസ്ഥാനം കുറയ്ക്കണമെന്ന ആവശ്യം വളരെ കാര്യമായി ഉന്നയിക്കുകയാണ്. എന്ന് വെച്ചാൽ നരേന്ദ്രമോദി സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന ഒരു ബോധനിർമ്മിതി അതിനകത്ത് നടക്കുന്നുണ്ട്. അത് അപകടകരമല്ലേ? സത്യത്തിൽ ഇപ്പോഴും കുറയ്ക്കാനുള്ളത് കുറച്ചിട്ടില്ല എന്നതിലല്ലേ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഊന്നേണ്ടത്? കൃത്യമാണ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ BJP സുഹൃത്ത് ഇവിടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയുമില്ല. അവരിന്ന് നടത്തിയിട്ടുള്ള സമരം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇത് 2013 ഇവർ ഡൽഹിയിൽ എന്തൊക്കെയാണ് ഇവർ നടത്തിയത്? ഡൽഹിയിൽ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് സ്മൃതി ഇറാനി ഒരു ഗ്യാസ് കുറ്റിയുമായിട്ട് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണ്. ആ ഗ്യാസിന്റെ വില ഇന്ന് GSTയിൽ ഉൾപ്പെടുത്തിയ ഈ സുഹൃത്ത് പറഞ്ഞ ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തുന്നതിൽ വളരെ പിന്നോക്കം നിൽക്കുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ആ GSTയിൽ ഉൾപ്പെടുത്തിയ ഗ്യാസിന്റെ വില എന്താണ് എന്നുള്ളത് ആദ്യം ഈ സുഹൃത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, BJPക്ക് 2014 അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2012 മെയ് 23 ഒരു ട്വീറ്റ് ചെയ്തു. അന്ന് അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മാസീവ് ഹൈക്ക് ഇൻ പെട്രോൾ പ്രൈസസ് ഈസ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് ദ ഫെയിലിയർ ഓഫ് കോൺഗ്രസ് ലെഡ് UPA സർക്കാരിന്റെ നിരാശാജനകമാണ് അല്ലെങ്കിൽ അവരുടെ ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ അന്ന് പെട്രോളിന് ഡൽഹിയിൽ 72 രൂപയായപ്പോഴാണ് നരേന്ദ്രമോദി ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തത്. പക്ഷേ ഇന്ന് പെട്രോൾ വില ഏകദേശം 112 കടന്നിട്ട് അത് തിരിച്ച് 5 രൂപ കുറച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിൽ BJP ഇന്ന് സമരം ചെയ്യുന്നത്. ഇനി സംസ്ഥാനങ്ങളോട് ഇവർക്ക് പറയാം, അതൃപ്തിയുണ്ട്, നിങ്ങൾ വാറ്റ് കുറച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. പക്ഷേ സമരം ചെയ്യാൻ യാതൊരു തലത്തിലുള്ള അധികാരങ്ങളും ഈ പറയുന്ന BJPക്കില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അവരുടെ ഈ പെട്രോൾ വിലയുടെ നിയന്ത്രണം എടുത്തു കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അവർക്കിന്ന് സമരം ചെയ്യാം. കാരണം അവരിന്ന് പ്രതിപക്ഷത്താണ്. അവർ ഈ പറഞ്ഞു പോയ അവർ ചെയ്ത തെറ്റിന് അവരിപ്പോഴും കോൺഗ്രസിന്റെ പല നേതാക്കളും, ഞാൻ പല ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത് ഓയിൽ പൂളിൽ നിന്ന് മാറ്റി അത് കമ്പനികൾക്ക് ഡീറെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുത്തത്. പക്ഷേ കോൺഗ്രസിന് അതിൽ എനിക്ക് തോന്നുന്ന ഒരു വീണ്ടും വിചാരം അവർക്ക് ഇന്ന് വന്നിട്ടുണ്ട്. കാരണം രാജ്യത്ത് ഈ പറയുന്ന ജനങ്ങൾ ഇത്രയും കഷ്ടത അനുഭവിക്കുന്ന ഈ ഒരു ഘട്ടത്തിലേക്ക് പോകുമെന്ന് ഒരിക്കലും കോൺഗ്രസ് വിചാരിച്ചിട്ടില്ല. ഇനി ഈ പറയുന്ന റിസൾട്ടുകൾ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും, ഈ സുഹൃത്ത് പറഞ്ഞു ഈ നോർത്ത് ഈസ്റ്റിലും അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലുമാണ് ഈ പറയുന്ന BJPക്ക്, അതിന് പുറത്തേക്കും ഹിമാചൽ പ്രദേശ്, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ, ഇവിടെയൊക്കെ തന്നെ BJP വലിയ സ്ട്രെങ്ത് ഉള്ള സ്ഥലമാണ്. അവിടെ BJPക്ക് സീറ്റുകളൊന്നും കിട്ടിയില്ല എന്നുള്ളത് ഈ വില കുറയ്ക്കുന്നതിൽ വലിയ രീതിയിലുള്ള നിർണായകമാണ്. ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് BJPക്ക് വലിയൊരു പ്രസ്റ്റീജിന്റെ ഇഷ്യൂ. കാരണം അവരധികാരത്തിൽ വരേണ്ടതുണ്ട്. രാജ്യസഭയിൽ അവർക്ക് 3/2 ഭൂരിപക്ഷം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ നാളെ ഉത്തർപ്രദേശിലെ ജനങ്ങളും ഈ പറയുന്ന കുറച്ചിട്ടുള്ള 9 സംസ്ഥാനങ്ങളിൽ 6 സംസ്ഥാനങ്ങളിലും അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അവിടുത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇവർ എന്തുമായിട്ട് ഇറങ്ങും? അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ സംസ്ഥാന വാറ്റ് കുറയ്ക്കേണ്ടതുണ്ട്. കേന്ദ്രം 5 രൂപ ഈ പറയുന്ന പെട്രോളിനും 10 രൂപ ഡീസലിനും കുറയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള യാതൊരു രീതിയിലുള്ള ആത്മാർത്ഥത കൊണ്ടല്ല. ഇതൊക്കെ ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പ് വരുന്നതുകൾക്ക് മുമ്പും പെട്രോൾ വില ഒരിക്കലും കൂടാതെ നിന്നിട്ടുള്ള സാഹചര്യമുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ അത് തിരിച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസം മാത്രമായിട്ടാണ് ജനങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട് എന്നത് വസ്തുതയാണ്. കേന്ദ്ര സർക്കാർ നികുതി ഘടന താഴ്ത്താത്തതാണ് അതിന്റെ അടിസ്ഥാന കാരണം എന്നതും വസ്തുതയാണ്.
പക്ഷേ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അധിക തുകയ്ക്ക് ആനുപാതികമായി കിട്ടുന്ന അധിക നികുതി അതിലൊരല്പം സാക്രിഫൈസ് ചെയ്യാൻ സംസ്ഥാനത്തിന് തീരുമാനമെടുത്തുകൂടെ? അത് നിങ്ങൾക്ക് കയ്യടി കിട്ടുകയല്ലേ ചെയ്യുള്ളൂ? കേന്ദ്ര സർക്കാർ അനധികൃതമായി മീൻസ് എന്താ പറയുക, അനീതി നിറഞ്ഞ കൂട്ടലിനെ തടുത്തു നിർത്താൻ പിണറായി വിജയൻ സർക്കാർ ഇടപെട്ടു എന്നതല്ലേ ജനങ്ങൾക്കുണ്ടാവുന്ന ഒരു ഫീൽ. ജനങ്ങളുടെ പ്രയാസം പരിഗണിക്കേണ്ടതെന്നല്ലേ? നമ്മളിപ്പോൾ ശരിയാണ്, കോവിഡാണ്, പ്രളയാനന്തര കേരളമാണ്, നമ്മൾ വലിയ തോതിൽ സ്ട്രഗിൾ ചെയ്യാണ്, ശരിയാണ്. പക്ഷെ നമുക്ക് നല്ലതുപോലെ പൈസ കൂടുതൽ കിട്ടുന്നുണ്ട്. കേന്ദ്രം കുറച്ചാലും നമുക്ക് ആ കിട്ടുന്ന വിഹിതം കുറയും, നമ്മൾ കുറച്ചാലും കുറയും. നമ്മൾ കേന്ദ്രം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് രണ്ടിലേത് സംഭവിച്ചാലും റവന്യൂ കട്ടാവും, കുറയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ അവർ തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് കയ്യടി വാങ്ങിച്ചുകൂടെ? അതില് കേന്ദ്രം കുറയ്ക്കുമ്പോൾ നമുക്കും കുറച്ചുകൂടെ എന്നുള്ളതാണ് വീണ്ടും ചോദ്യത്തിന്റെ പൊരുൾ. ഇവിടെ നിശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം കുറയ്ക്കുമ്പോൾ അതിന്റെ ആനുപാതികമായ കുറവ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, കേരളത്തിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സംസ്ഥാനത്തിന്റെ നികുതിക്കകത്ത് കഴിഞ്ഞ 5-6 വർഷക്കാലമായി ഒരു പൈസ പോലും വർദ്ധിപ്പിക്കാതിരിക്കുന്ന 1 രൂപ കുറച്ച സംസ്ഥാന ഗവൺമെന്റ് കുറയ്ക്കണം എന്ന് പറയുന്നതിലെ യുക്തി എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനം എടുത്തു വെച്ചത് BJP ആണ്. BJP ആ തെറ്റുതിരുത്താൻ തയ്യാറാകണം. ഇപ്പൊ ഇവിടെ BJPയുടെ സുഹൃത്ത് വർത്തമാനം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞത് സർജിക്കൽ സ്ട്രൈക്കിനെ സംബന്ധിച്ചെല്ലാമാണ്. ഇങ്ങനെ പല സ്ട്രൈക്കും നമ്മൾ കണ്ടു. അങ്ങനെയാണ് നോട്ട് നിരോധനം നമ്മുടെ രാജ്യത്തിനകത്ത് കണ്ടത്. അർദ്ധരാത്രി പ്രഖ്യാപിച്ച നോട്ട് നിരോധനം ഈ രാജ്യത്തിന്റെ നടു എങ്ങനെയാണ് ഒടിച്ചു കളഞ്ഞത് എന്നുള്ളത് അതിന്റെ തുടർച്ചയിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും BJPയുടെ നേതാവ് ഒരു മടിയും കൂടാതെ ഇന്നത്തെ ഇന്ത്യക്കത്തും കേരളത്തിനകത്തും ഇരുന്ന് പറയാണ് 50 രൂപയുടെ പെട്രോൾ ആക്കും ഞങ്ങൾ എന്നെല്ലാം. ഈ വാദങ്ങളെല്ലാം നിങ്ങളെക്കാൾ വലിയ നേതാക്കൾ എത്ര പ്രാവശ്യം മലയാള ചാനലിൽ കൂടെ ഇരുന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതൊക്കെ ശേഷം എന്ത് അനുഭവമാണ് ഉണ്ടായത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് സുഹൃത്ത് ഇത്തരം വാദഗതികൾ ഉയർത്തുമ്പോൾ അതൊന്ന് ഓർമ്മ വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളോട് ആത്മാർത്ഥതയില്ലാത്ത ആർക്കാണ് ജനങ്ങളോട് ആത്മാർത്ഥത ഇല്ലാത്തത്? ജനങ്ങളോട് ആത്മാർത്ഥതയില്ലാത്ത കൂട്ടരുടെ പേര് നരേന്ദ്രമോദി ഗവൺമെന്റ് എന്നാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഒറ്റ വർഷം കൊണ്ട് 2.3 ലക്ഷം കോടി രൂപയുടെ അധിക നികുതിയാണ് എക്സൈസ് ഡ്യൂട്ടി അനിൽ ബോസ്. കൂട്ടിയതാരാണ് കേന്ദ്രം? കുറയ്ക്കേണ്ടത് കൂട്ടിയവർ തന്നെ അല്ലേ എന്നതാണ് അതിലെ യുക്തിസഹമായ ചോദ്യം. 5.5 വർഷത്തിനിടയ്ക്ക് പിണറായി വിജയൻ സർക്കാർ ഈ നാട്ടിൽ ഇന്ധന നികുതി വല്ലതും കൂട്ടിയോ? ഇല്ല എന്നാണ് ഉത്തരം. അപ്പൊ കൂട്ടാത്ത ആളുകൾ കുറയ്ക്കണം എന്നാവശ്യപ്പെടുന്നതിലെ നീതി എന്താണ്? നിങ്ങളുടെ സമരം കണ്ടാൽ തോന്നുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം കണ്ടാൽ തോന്നുക കേന്ദ്രം അവർക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ചെയ്യേണ്ടത് ഇവിടെയാണെന്നാണ്. സത്യത്തിൽ കേന്ദ്രം ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ ആളുകളെ എന്തിനാണ് കൺഫ്യൂസ് ചെയ്യിക്കുന്നത് അനിൽ ബോസ്? 2 ദിവസം മുമ്പ് വരെ കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് നേതൃത്വം ഇന്ത്യൻ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ പെട്രോൾ വില വർധനവ് പിൻവലിക്കണം, അത് പിൻവലിക്കാത്ത നടപടികൾക്കെതിരെ ഞങ്ങൾ പ്രക്ഷോഭം നടത്തും എന്നാണ്. അന്ന് BJPക്കും CPMനും ഒരേ സ്വരമായിരുന്നു. കാരണം ഈ വില വർധനവിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും UPA ഗവൺമെന്റിൽ കെട്ടിവെച്ച്, കോൺഗ്രസിൽ കെട്ടിവെച്ച് പ്രചരണം നടത്താനാണ് ഇവർ ശ്രമിച്ചിരുന്നത്. വില നിർണയാവകാശം കമ്പനികൾക്ക് വിട്ടുകൊടുത്തു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിക്കൂട്ടിൽ നിർത്തുക, അത്തരമൊരു വലിയ പ്രൊപ്പഗണ്ടയാണ് കഴിഞ്ഞ കുറച്ചേറെ കാലങ്ങളായി ഇവർ 2 കൂട്ടരും കോൺഗ്രസിനും UPAക്കെതിരെ നടത്തിയിരുന്നത്. യഥാർത്ഥ സംഭവത്തിൽ നിന്ന് കൃത്യമായി പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് പറയാൻ CPM തയ്യാറായില്ല എന്നത് എനിക്ക് ദുഃഖമുണ്ട്. കാരണം CPMനും BJPയെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. UPA ഗവൺമെന്റിന്റെ ഭാഗമായ ഒരു ടൈമിലെങ്കിലും ആ ഗവൺമെന്റിന്റെ പിന്തുണ കൊടുത്ത ആളുകളാണല്ലോ CPM. അപ്പൊ യാഥാർത്ഥ്യങ്ങളിൽ ഊന്നി ചർച്ചകൾ നടത്തുകയാണ് ഇവർ ചെയ്യേണ്ടത്. ഇവിടെ വില നിർണയാവകാശം കമ്പനികൾക്ക് വിട്ടുകൊടുത്തത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ്. രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കിയത് അക്കാലയളവിലാണ്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് അതിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങി എന്നതുകൊണ്ട് അത് മുഴുവൻ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് മുഴുവൻ കോൺഗ്രസ് വിരുദ്ധരായിട്ടുള്ള ആളുകളും ശ്രമിച്ചിട്ടുള്ളത് എന്നത് ഇനിയെങ്കിലും തിരുത്തപ്പെടേണ്ടതാണ്. ഇതുവരെ വില ഉയരുന്നതിന് കാരണം കമ്പനികളാണ് എന്ന് പറഞ്ഞു. കമ്പനികളല്ലല്ലോ ഇപ്പോൾ വില കുറച്ചത്. അപ്പൊ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച നികുതി കൊള്ള അത് ഈ രാജ്യത്ത് സംസ്ഥാനത്തും അരങ്ങേറുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, BJP ഗവൺമെന്റ് 110 രൂപയാക്കിയിട്ട് 100 രൂപയാക്കി എന്ന് പറയുന്ന 10 രൂപയുടെ കുറവ് അല്ലെങ്കിൽ 5 രൂപയുടെ കുറവ് നടത്തി എന്നതുകൊണ്ട് അവരെല്ലാം പരിഹരിച്ചു എന്ന അഭിപ്രായം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല.
കോൺഗ്രസ് പാർട്ടി ഇനിയും ഇത് കുറയ്ക്കണം. കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില നിങ്ങൾ നോക്കൂ. 145 നിന്ന് മൻമോഹൻ സിംഗിന്റെ കാലത്ത് 145 വരെ ഉയർന്നത് ഇപ്പോൾ 82 നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഇടപെടാനും ഗവൺമെന്റിന് പരമാവധി സഹായം പിന്നെ ഗുണഭോക്താക്കൾക്ക് നൽകാനും കഴിയുന്ന സാഹചര്യമുണ്ട്. അത് ഇച്ഛാശക്തിയോടുകൂടി ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ചെയ്യും. ഇപ്പോൾ ചെയ്തു. അതൊരു ചെറിയ ശ്രമം മാത്രമായിട്ടേ കാണുന്നുള്ളൂ. ബാക്കി കൂടി കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ CPM അല്ലെങ്കിൽ CPM-ന്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ ഞങ്ങൾ ഒരിക്കലും കൂട്ടിയിട്ടില്ല, പിന്നെന്തിനു കുറയ്ക്കണം എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം ഒരു ഗവൺമെന്റ് പരിശോധിക്കണ്ടേ? കോവിഡ് കാലം വന്ന് മഹാമാരി പടർന്നു പിടിച്ച് തൊഴിലില്ലായ്മ, സാമ്പത്തിക നഷ്ടം, വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുക, വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുക, കൂലിപ്പണിക്ക് പോലും മാർഗമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഞങ്ങൾ കൂട്ടിയിട്ടില്ല എന്ന് പറയാനാണോ ശ്രമിക്കേണ്ടത്? ഇത്രയും വലിയൊരു ഭാരിച്ച അല്ല, ഞാൻ ചോദിക്കുന്നത് അനിൽ ബോസ്, അപ്പൊ കൂട്ടിയവരോട് നമ്മൾ കുറയ്ക്കണമെന്നല്ലേ പറയേണ്ടത്? നോക്കൂ, ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ സർക്കാർ കൈയച്ച് സഹായിക്കണം, കുറച്ചുകൂടി കടം വാങ്ങിച്ചിട്ടായാലും ജനങ്ങളുടെ പ്രശ്നം തീർക്കണമെന്ന് പറയുന്നതിൽ ന്യായമുണ്ട്. ഇതിനൊരു ഉത്തരവാദി നമ്മുടെ കൺമുന്നിൽ നിൽക്കെ അവരോട് ഒരു അയഞ്ഞ സമീപനം സ്വീകരിക്കുക, നിങ്ങൾ 5 കുറച്ചു, ഓക്കെ, നിങ്ങൾ റെസ്റ്റ് എടുക്കൂ, ഇനി ഇവരെ കൊണ്ട് കുറപ്പിക്കാം എന്ന് പറയുന്നതിൽ അനീതിയുണ്ട്. കൂട്ടിയവരാണല്ലോ കുറയ്ക്കേണ്ടത്, അതല്ലേ അതിനകത്തെ ഒറ്റ നീതി, ഒറ്റ യുക്തി? അതല്ലേ 5.5 വർഷത്തിനിടയ്ക്ക് സ്റ്റേറ്റ് ഒട്ടും കൂട്ടിയിട്ടില്ല. കേന്ദ്രം കുറച്ചാൽ കേന്ദ്രത്തിൻ്റെതും കുറയും, സംസ്ഥാനത്തിന്റെ വിഹിതവും കുറയും. അപ്പൊ കുറയ്ക്കേണ്ടതാരാണ്? കേന്ദ്രം. അവരാണല്ലോ കൂട്ടിയത്, അവരാണല്ലോ അവർക്കും. ഇപ്പൊ നമുക്ക് അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ റോഡ് സെസ്, ഇതൊക്കെ കേന്ദ്രത്തിന് മാത്രം എടുക്കുന്നതാണ്. ഇവിടെ കുറച്ചാലും അവരുടെ അതേ നയമാണ് അവർ തുടരാൻ പോകുന്നതെങ്കിൽ ഇനിയും കൂടും. ആത്യന്തികമായ ഒരു പരിഹാരം സാധ്യമല്ല. പരിഹാരം സാധ്യമാകണമെങ്കിൽ കേന്ദ്രം അവരുടെ സമീപനത്തിൽ നിന്ന്, നയത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. നമ്മുടെ കുന്തമിന് അങ്ങോട്ടേക്കല്ലേ തിരിച്ചു വെക്കേണ്ടത്? ഇത് രാഷ്ട്രീയമായ ഒരു അബദ്ധമായി പോവും. അല്ലല്ല, രാഷ്ട്രീയമായ അബദ്ധമല്ല നിഷാദെ. നമ്മൾ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് കേവലമായ താല്പര്യത്തിന് വേണ്ടി അഭിപ്രായം പറയരുത്. BJP ഗവൺമെന്റ് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇപ്പോൾ കുറച്ചത് പോരാ, വീണ്ടും കുറയ്ക്കണം. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രക്ഷോഭം തുടരാൻ തന്നെയാണ് തീരുമാനം. ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിലില്ല. ഒരു ദിവസം രാത്രി കിടന്നെഴുന്നേറ്റ് സ്വപ്നം കണ്ട് സമരത്തിനിറങ്ങിയ BJP-കാരനെ പോലെ അല്ലല്ലോ കോൺഗ്രസ് എത്രയോ കാലമായി പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ സമരരംഗത്താണ്. അനിൽ ബോസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എടുക്കുന്നു. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഞാൻ സതീഷ് താങ്കളോട് ചോദിക്കുന്ന അതാണ്. BJP അധികാരത്തിൽ വന്നാൽ ജനങ്ങൾ പ്രയാസപ്പെടും എന്ന് പറയുന്ന ക്യാമ്പയിൻ നടത്തുന്നവരാണല്ലോ നിങ്ങൾ. BJP എവിടെയെങ്കിലും പവറിൽ വരുന്നത് ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുമെന്നതാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. BJP-യുടെ സർക്കാർ ജനങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അധികാരത്തിലുള്ള സ്ഥലങ്ങളിൽ ആ പ്രയാസത്തെ കുറച്ചു കൊടുക്കാൻ, ഇളവ് കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അപ്പോൾ BJP ഗവൺമെന്റ് ഇനിയും കുറെ കാലം കൂടി പവറിലിരിക്കും. അവർ പരമാവധി ബുദ്ധിമുട്ടിച്ചാൽ ബുദ്ധിമുട്ടട്ടെ, ഞങ്ങളായിട്ട് ഒരു കൈ സഹായത്തിന് നിൽക്കില്ല എന്ന് പറയുന്നത് അനീതിയല്ലേ സതീഷ്? അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നിഷാദേ, ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം സാധാരണ മനുഷ്യരെ എങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സംരക്ഷിക്കുന്നത് എന്ന്. ഈ ദുരന്തങ്ങളെല്ലാം പെയ്തിറങ്ങിക്കൊണ്ടിരുന്നപ്പോഴും സാധാരണ മനുഷ്യരെ ചേർത്ത് നിർത്തി സംരക്ഷിച്ചതിന്റെ പേരായിരുന്നു പിണറായി സർക്കാർ എന്നുള്ളത് കാണാം. അതുകൊണ്ടാണ് 2ാം പിണറായി സർക്കാരിന് തുടർച്ചയുണ്ടായത്. ജനങ്ങളുടെ ദുരന്തത്തെ സഹായിക്കാൻ ആവശ്യമായ നിരവധിയാർന്ന കർമ്മ പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അത് നടപ്പാക്കുമ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ച കാര്യം, അധികമായി സംസ്ഥാന ടാക്സ് ജനങ്ങളുടെ തലയിൽ വച്ചു കൊടുക്കാതിരിക്കാൻ ആവശ്യമായ സമീപനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് കൂട്ടിയെടുത്തെന്ന് കുറച്ചുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. എന്നാൽ അവിടെ കേന്ദ്ര ഗവൺമെന്റ് കണ്ണും പൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനം സ്വീകരിച്ച് നമ്മുടെ നാടിനകത്ത് ദുരന്തം വിധിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് സതീഷ്, കേന്ദ്ര സർക്കാർ കൊള്ളയടിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ അധികാരം കിട്ടുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ നിങ്ങൾ 1 രൂപ കുറച്ചു, ശരിയാണ്. ഇനിയും കുറയ്ക്കാൻ കഴിയും വിധത്തിൽ അധിക വരുമാനമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് കുറച്ചുകൂടി സമാശ്വാസം കൊടുക്കാൻ കഴിയും വിധത്തിൽ അധികം പണം വരുന്നുണ്ട്. നിഷാദ് അനുവദിക്കുമെങ്കിൽ അനിൽ ബോസ് താങ്കൾ പെട്ടെന്ന് കൂടിച്ചേർക്കും. ഞാനതിനെ സംബന്ധിച്ച് പറയട്ടെ. എനിക്ക് ഒരൊറ്റ സെക്കൻഡ് സതീഷ്, അനിൽ ബോസിനെ കൂട്ടിച്ചേർക്കാനുള്ള കാര്യം വേഗം. ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാനല്ലേ, നമുക്ക് സർക്കാരുകൾ ഇപ്പൊ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിൽ ഇരിക്കുന്നത്. എനിക്ക് തർക്കമൊന്നുമില്ല. ആ ഗവൺമെന്റ് കോവിഡ് കാലത്ത്, അല്ല ഒരു സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, കോവിഡ് കാലത്തും അതുപോലെ തന്നെ ഭൂനികുതി ഇനത്തിലും ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക നികുതി വരുമാനത്തിലും എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുകയാണ്.
കേരളത്തിലെ മുഴുവൻ മേഖലകളിലും ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ പറഞ്ഞു ജനങ്ങളുടെ പക്ഷ സർക്കാരാണെന്ന് ഇവിടെ പറയുണ്ടായി. ജനങ്ങൾ വഴിയിലിറങ്ങാൻ മേലാതെ അവരുടെ കയ്യിൽ നിന്ന് വഴിയിലിറങ്ങുന്ന ആളുകളുടെ നിന്ന് ഈടാക്കിയ പെനാൽറ്റി, ഫൈൻ, പോലീസ് വളരെ മര്യാദയില്ലാതെ കളക്ട് ചെയ്ത എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ദിനംപ്രതി കളക്ട് ചെയ്തത്. അങ്ങനെ എല്ലാ മേഖലകളിലും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സമീപനം ഒരു വശത്ത് നടക്കുമ്പോൾ നമുക്ക് നിലനിൽക്കാൻ പണം വേണം. ആ കാര്യത്തിലൊന്നും പ്രതിപക്ഷം വിയോജിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് അധിക വരുമാനവും അമിത വരുമാനവും കിട്ടുമ്പോൾ ഈ ദുർഘട സന്ധിയിൽ ഒരു കൈത്താങ് നൽകണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യണ്ടേ? ഇപ്പൊ ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്ന സംസ്ഥാനമല്ലേ, 7 രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് കുറച്ചത്. 7 രൂപ കേന്ദ്ര ഗവൺമെന്റ് കുറച്ചത് കൂടാതെ. അപ്പൊ ആ നിലയിൽ അതിനെ നോക്കിക്കണ്ട് കേരളം പോലൊരു വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനത്ത് പ്രായോഗികമായി നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം സതീഷൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊതുവെയുള്ള പ്രതിനിധികളിൽ വേറിട്ട് നിലപാടുള്ള ഒരാളാണ് സതീഷ്. കുറച്ചുകൂടെ മാന്യമായി ചർച്ചയിൽ പങ്കെടുക്കുകയും യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് സംസാരിക്കുന്ന ആളാ. മറ്റുള്ളവരെ പോലെ എന്താ പറയാ വസ്തുതയ്ക്ക് വിരുദ്ധമായി വാശി പിടിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് സതീഷിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ടുള്ള ആളുകൾ, ഭരണപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഗവൺമെന്റിനോട് പറയേണ്ടത് കേരളം അനുഭവിക്കുന്ന ഈ ദുരിതത്തിൽ നിന്നും കരകയറാൻ ഒരു കൈത്താങ് നൽകാൻ നിങ്ങൾ തയ്യാറുണ്ടോ? സതീഷിലേക്ക് വരുന്നതിന് മുൻപ് കെ ഗണേഷ്, താങ്കൾ പറഞ്ഞു 50 രൂപയ്ക്ക് കിട്ടും, അത് ട്രോൾ അല്ല എന്ന്. 50 രൂപയ്ക്ക് കിട്ടുമെന്ന സംഗതി പറഞ്ഞു. 50 രൂപയ്ക്ക് 1/2 ലിറ്റർ കിട്ടുന്നതിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ എത്തിയത്. 50 രൂപയ്ക്ക് 1/2 ലിറ്റർ പോലും കിട്ടാത്തതിലേക്ക് എത്തി പിന്നീട്. എന്നിട്ട് ഇപ്പോൾ 5 രൂപ കുറച്ചു. ഇപ്പോഴും കിട്ടില്ല 1 ലിറ്റർ പെട്രോൾ 50 രൂപ, 1/2 ലിറ്റർ പെട്രോൾ 50 രൂപയ്ക്ക് എന്ന് താങ്കൾക്കറിയാം. ഈ 50ലേക്ക് വരുന്നത് എപ്പോഴാണ്? അതിലേക്ക് എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തടസ്സം എന്താണ്? ഒറ്റ രാത്രി കൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ തിരിച്ചടി കിട്ടിയതിൻ്റെ അന്ന് രാത്രി ഇത് കുറയ്ക്കാൻ സർക്കാരിന് കഴിയുമെങ്കിൽ പിന്നെ ഈ 50ലേക്ക് പോട്ടെ 80ലേക്കെങ്കിലും കൊണ്ടുവരാനുള്ള തടസ്സം എന്താണ്? അതിനെന്താണ് ഇത്ര കാലവിളംബം? കേന്ദ്ര ഈ GSTയിലൊക്കെ ഉൾപ്പെടുത്തിയാൽ ഈ സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ സൂചിപ്പിക്കുന്ന കണക്കുകളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം അത് 50ലേക്കൊക്കെ എത്തും. അതിനൊന്നും യാതൊരുവിധ സംശയവുമില്ല. കാരണം പക്ഷേ ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രത്തിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ വലിയ ഘോര സമരങ്ങൾ നടത്തുന്ന പ്രതിപക്ഷ സംസ്ഥാന സർക്കാരുകളൊക്കെ GSTയിലുള്ള ഗ്യാസ് സിലിണ്ടറിന് 1000 കൊടുക്കണ്ടേ ഗണേഷ്? 1000 കൊടുക്കണം. 1000 കേട്ടില്ല. GSTയിലുള്ള ഗ്യാസ് സിലിണ്ടറിന് കൊടുക്കണം 1000. സബ്സിഡി ആണെങ്കിൽ നിങ്ങൾ ആരോടും പറയാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായി സബ്സിഡി ഒരൊറ്റ കുഞ്ഞിന് കിട്ടുന്നില്ല. എന്നാൽ അത് കൊടുക്കുന്നില്ല എന്ന കാര്യം ഒട്ട് സമ്മതിക്കുകയില്ല. അതെ, ഞാൻ പറഞ്ഞല്ലോ 1000-നൊക്കെ ഈ പാചകവാതക സിലിണ്ടറിന് 1000 രൂപ കൊടുക്കണം അല്ലാന്നല്ല പറഞ്ഞത്. പക്ഷേ 50ലേക്ക് എത്തുന്ന കാലത്തേക്ക് തന്നെയാ വരുന്നത് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ. ഞാൻ പറഞ്ഞത് നമ്മള് LPG ഇതിലുള്ളതാണ്, GST ഉണ്ട്, LPG GSTയിലുണ്ട്. ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ കേന്ദ്രം നികുതി ഇളവ് പ്രഖ്യാപിക്കുന്ന ആരെങ്കിലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഇവിടെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ജനങ്ങളെ സർക്കാരുകൾ എന്നൊക്കെയല്ലേ പറഞ്ഞത് ഇവിടെ സമരം ചെയ്തിരുന്ന സംഘടനകൾ. പക്ഷേ സാഹചര്യം അല്ല, ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ വിചാരിക്കാതെ ഇരുന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞത് അതുകൊണ്ട് തന്നെയല്ലേ നിഷാദെ? ഞാൻ നേരത്തെ ഈ ചർച്ചയുടെ തുടക്കം തന്നെ പറഞ്ഞതാ, ജനങ്ങളുടെ ഒപ്പമാണോ ഇവർ നിൽക്കുന്നത് എന്നാണ്. ജനങ്ങളുടെ ഒപ്പം അല്ല നിൽക്കുന്നത് എന്നാണ്. ഇവർക്ക് BJP വിരുദ്ധതയാണ്. ഇവർക്ക് എല്ലാ കാര്യത്തിലും BJP വിരുദ്ധത സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത് എന്നതാണ്. അതാണല്ലോ ഈ സമരം ചെയ്യുന്ന BJPക്ക് അനുകൂലമായി മാറും ഈ സമരം. അതുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യരുത് എന്ന് സമരം ചെയ്യുന്ന പ്രതിപക്ഷ സംഘടനകളോട് ഇവിടുത്തെ ധനകാര്യമന്ത്രി പറയുന്നത്. അൻവർ ഷാ, നോക്കൂ, ഇതിനകത്ത് ജനങ്ങൾ പ്രയാസപ്പെടുന്നു എന്നുള്ളതാണ് പരമമായ സത്യം. അതിൽ ആർക്കൊക്കെ സഹായിക്കാൻ പറ്റുമോ അവരൊക്കെ സഹായിക്കണം എന്നതാണ് ഒരു വശത്തു നിന്ന് വരുന്ന ആവശ്യം. സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ സഹായിക്കാൻ പറ്റുമെന്നത് വസ്തുതയാണ്. പക്ഷെ നമ്മളല്ല കുറയ്ക്കേണ്ടത് കേന്ദ്രമാണ് എന്നതിൽ പിടിച്ചു നിൽക്കുകയാണ് സംസ്ഥാനം. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെൻറ് കുറച്ചുകൂടി മയപ്പെട്ട സമീപനം സ്വീകരിക്കണം എന്ന വാദം ന്യായമായ വാദമാണ്. അതിന് കഴിയാത്ത സാഹചര്യം വേറെ തന്നെ ഉണ്ടാവും. പക്ഷേ ആ വാദം ന്യായമാണ്. നിഷാദ്, ഇത് കെ ഗണേഷ് കുറച്ച് നേരമായിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം, ഈ GSTയിലേക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വില ആനുപാതികമായി കുറയും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ 2017 GST നടപ്പിലാക്കി 2019 വരെ ഇന്ത്യയിലെ ഏകദേശം പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നത് BJP ആണ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ, മഹാരാഷ്ട്ര. ആ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് ഇവർക്ക് GST നടപ്പിലാക്കാൻ, ഈ ഇന്ധനം GSTയിലേക്ക് കൊണ്ടുവരാനുള്ള ഭൂരിപക്ഷം ഇന്ത്യയിലുണ്ടായിരുന്നു.
ഈ പറയുന്ന BJP-ക്കും BJP-യുടെ സഖ്യകക്ഷികൾക്കും. ഇപ്പോഴാണ് ഏകദേശം 10-12 സ്റ്റേറ്റ് ഇവരുടെ കയ്യിലുള്ളത്, ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ പിന്തുണ വേണ്ടത്. ആ സമയത്ത് ഇവർ ചെയ്തിട്ടില്ല. ഇന്ന് ഇവർക്ക് കുറയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിൽക്കുന്ന സമയത്ത് ഇതിനെ ഇന്ത്യയിലുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെയും മുകളിൽ കെട്ടിവെക്കുക എന്നുള്ള ഒരു ന്യായമാണ് ഇവർ പറയുന്നത്. ഇനി നമുക്കറിയാം, കേന്ദ്രം വരുന്ന സമയത്ത്, കേന്ദ്രം 2014 അധികാരത്തിൽ വരുന്ന സമയത്ത് 29,279 കോടി രൂപ ഡീസലിൽ നിന്നും 42,881 രൂപ പെട്രോളിൽ നിന്നും ഇവർ പിരിച്ചെടുത്തിട്ടുണ്ട് 2014-15. ഇന്നത്തെ കാലഘട്ടത്തിൽ 2019-20 കണക്ക് പറയുന്നത് 2.39 ലക്ഷം കോടി. അന്ന് ഈ പറഞ്ഞ പൈസയ്ക്ക് എത്രയോ ഇരട്ടിയാണെന്ന്, ലക്ഷം കണക്കിനുള്ള കോടിയാണ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിലേക്ക് ഓൾറെഡി എത്തിയത്. ഇനി 2020-21 സാമ്പത്തിക വർഷം ഇപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ പിരിച്ചെടുക്കുന്നതിന്റെ ഇരട്ടിയോളം, അന്ന് 1.28 ലക്ഷം കോടി പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പെട്രോൾ വില 5 രൂപ, ഡീസൽ വില 10 രൂപ കുറയ്ക്കുന്ന ആ സമയത്ത് ഏകദേശം 1.71 കോടി ലക്ഷം രൂപ ഓൾറെഡി പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന 5 രൂപയോ 10 രൂപയോ 20 രൂപ കുറച്ചാൽ സതീഷ്, ആ കൂടിയ കോടികളുടെ കണക്ക് കേന്ദ്രത്തിന് കിട്ടിയെന്നുള്ളതാണ്. നമുക്ക് കിട്ടിയതിലുമുണ്ട് കൂടിയ കോടികളുടെ കണക്ക്. അപ്പൊ ഇനിയൊരു അല്പം റിലാക്സേഷൻ ആലോചിച്ചുകൂടെ എന്നാണ് അനിൽ ബോസ് ചോദിച്ചത്. ഞാൻ അതിൽ വരുമ്പോഴേക്ക് മുമ്പ് അനിൽ ബോസ് ആദരണീയനായ കോൺഗ്രസ് നേതാവ് പറഞ്ഞതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞത് അല്ല, അത് പറ്റില്ല. സതീഷ് പൂർത്തിയാക്കുള്ളൂ വേഗം. ഞാൻ ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഇടയിൽ നിന്നാണ് അനിൽ ബോസിന്റെ അടുത്തേക്ക് പോയത്. പിന്നീട് മടങ്ങി വരും എന്ന് പറഞ്ഞു പോയിട്ട് 2 ആളുകൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ മടങ്ങി വരുന്നത്. അതുകൊണ്ട് ഇടപെടരുത്. അനിൽ ബോസ്, ബഹുമാനായ അനിൽ ബോസ് പറഞ്ഞത് ഈ വിഷയത്തിനകത്ത് പിൻ പോയിന്റ് ചെയ്യാൻ CPM തയ്യാറായില്ല എന്നുള്ളതാണ്. അനിൽ ബോസിന്റെ വാദം എന്താണ്? ഈ വിഷയത്തെ ശരിയാവണ്ണം അഡ്രസ് ചെയ്യുകയും ജനങ്ങളുടെ മുമ്പാകെ ശരിയാവണ്ണം മുദ്രാവാക്യം വയ്ക്കുകയും ചെയ്തത് CPM അല്ലേ? ഇപ്പൊ അനിൽ ബോസ് ഇവിടെ വന്നിരുന്ന് വാദിക്കുന്നത് ഞങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വില നിശ്ചയിക്കാൻ കൊടുത്തത് തെറ്റല്ല എന്ന് വാദിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കണേ. കോൺഗ്രസിന്റെ കോർപ്പറേറ്റ് പ്രീണനം എത്രമാത്രം പോയിരിക്കുന്നു. രാജ്യത്ത് പ്രതിപക്ഷം എന്ന നിലയിൽ ദുർബലമായപ്പോഴും കോർപ്പറേറ്റുകളെ വിടാൻ കോൺഗ്രസ് തയ്യാറല്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. അതിന് ചില വസ്തുതാവിരുദ്ധമായ കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. BJP വാജ്പേയിയുടെ കാലത്താണ് ഇതിന്റെ തുടക്കം കുറിച്ചത് എന്നത് ശരിയാണ്. പക്ഷെ അതിന്റെ ഗസറ്റ് വന്നേ ഉള്ളൂ ഞങ്ങൾ വന്നപ്പോ എന്നാണ്. അല്ല, 1ാം UPA ഗവൺമെന്റ് അതിന്റെ ഇടയിലുണ്ട്. ഇടതുപക്ഷം പിന്തുണ നടന്ന ഗവൺമെന്റ് ആ കാലത്ത് നടന്നില്ല. 2ാം UPA ഗവൺമെന്റ് ഇടതുപക്ഷത്തിന് പിന്തുണയില്ലാതെ നിങ്ങൾ തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റാണ് പെട്രോളിന്റെ വില നിയന്ത്രണാവകാശം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്തത്. നിങ്ങൾ ഈ തെറ്റായ നയം ഇത് തെറ്റാണ് എന്ന് സമൂഹത്തോട് പറയാൻ തയ്യാറാകണം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ VN സുധീരൻ അയച്ച കത്തിന്റെ ഉള്ളടക്കം എന്ന നിലയിൽ മാധ്യമങ്ങൾ പറയുന്നത് 1990-കളിൽ കോൺഗ്രസ് നടപ്പാക്കിയ നയം തെറ്റായി പോയെന്ന് കോൺഗ്രസ് പറയണമെന്നാണ്. അത് പറയാൻ കോൺഗ്രസ് തയ്യാറായെങ്കിൽ മാത്രമേ കോൺഗ്രസിന് ഇനി രാഷ്ട്രീയമായ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ജനങ്ങളുടെ മുമ്പാകെ കഴിയൂ എന്ന് അങ്ങേ പോലെയുള്ളവർ മനസ്സിലാക്കണം. അങ്ങേ പോലെയുള്ളവർ ഈ ഘട്ടത്തിലും വന്നു നിന്ന് കോർപ്പറേറ്റുകളെ ന്യായീകരിക്കുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുകയാണ്. പെട്രോൾ ഡീസൽ കമ്പനികളുടെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും അല്ലല്ലോ. ഗവൺമെന്റുകൾ പിന്തുടർന്നു വരുന്ന ടാക്സ് പോളിസി ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ധനവില ലോകത്താകെ കുറയുമ്പോഴും സർക്കാരുകൾ ഉയർത്തിവെക്കുന്ന ടാക്സ് ആണല്ലോ സത്യത്തിൽ ഇപ്പോൾ വലിയ ആഘാതം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കമ്പനികൾക്ക് കൊടുത്തതിന് ശേഷവും ഇതിനേക്കാൾ വലിയ തോതിൽ ക്രൂഡ് വില ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് അതിന്റെ ആഘാതം ഏൽക്കേണ്ടി വന്നിട്ടില്ല UPA സർക്കാരിന്റെ സമയത്ത്. അതുകൊണ്ട് കമ്പനികൾക്ക് കൊടുത്തതാണ് ആകെ അബദ്ധത്തിന്റെ അടിസ്ഥാന കാരണം, മൂലകാരണം എന്നതിലേക്ക് പോകുന്നതിലും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ടാക്സ് പോളിസി അവിടെ നൈസായി രക്ഷപ്പെടുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. ഇല്ല നിഷാദേ, വളരെ കൃത്യമാണ് അങ്ങ് പറഞ്ഞത്. മൂലകാരണം ഒറ്റ കാരണമല്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നതിനകത്ത് 40% ഘടകം എന്നുള്ളത് അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വിലയുമായി ബന്ധപ്പെട്ടാണ്. 2 ഡോളറും രൂപയും തമ്മിലുള്ള വിനിമയ മൂല്യത്തിൻ്റെതുണ്ട്. 3 ടാക്സുകൾ, മറ്റ് അഡീഷണൽ ചാർജുകൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ഘടകങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്തത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് ഇപ്പോഴും ന്യായീകരിക്കാൻ വരുന്ന കോൺഗ്രസിനെ തുറന്നു ഗണേഷ്, താങ്കൾക്ക് പറയാനുള്ള കാര്യം വേഗം പറയാം.
ഗണേഷിന്റെ പോയിന്റ് എന്താണ് നേരത്തെ വിട്ടുപോയത്? ഞാൻ സൂചിപ്പിച്ചത് ഈ സമന്വയത്തിന്റെ സംസ്ഥാന സർക്കാരുകളോട് സമന്വയത്തിന്റെ പാത തന്നെയാണ് GST ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. പക്ഷേ ഇനി അതിന് തയ്യാറാവുന്നില്ല എങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അത് കുറയ്ക്കാനുള്ള, അത് ഉൾപ്പെടുത്താനുള്ള സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഒന്ന് പറയാനുള്ളത്. കേരളത്തിന് മാത്രമുള്ള സാമ്പത്തിക പ്രതിസന്ധി, കേരളത്തിന് മാത്രമല്ല ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത്. എല്ലാ സ്ഥലത്തും ലോകം മുഴുവൻ വ്യാപകമായിട്ടുണ്ട്. ഈ ഉത്തർപ്രദേശിലുണ്ട്, ഈ കുറച്ച് ഹരിയാനയിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അവിടെയൊക്കെ കുറച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സംസ്ഥാന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ടെസ്റ്റ് ഡോസ് നിലക്ക് ബൈ ഇലക്ഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങളുടെ ടാർഗറ്റ് ഏരിയാസിൽ പ്രശ്നമുണ്ടായി, മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് നേട്ടമുണ്ടായിട്ടുള്ളൂ എന്നുള്ളതല്ല. അവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ ഇടപെടുകയാണ്. അതുകൊണ്ട് ഒരു ഉറപ്പും പറയാൻ കഴിയില്ല തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ ഇത് തുടരുമോ എന്ന് കാര്യം. ശരി, നോക്കാം. എനിക്ക് സമയം അതിക്രമിച്ചു പോയി. നന്ദി ശ്രീ ഗണേഷ്, ഒപ്പം തന്നെ സതീഷ്, അൻവർ ഷാ, ശ്രീ അനിൽ ബോസ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് ഇവിടെ വേണം.